ഹേ ഗായ്സ്, അബുസ്ലോവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സൂക്ഷ്മദർശിനി എന്ന സിനിമ നമ്മൾ കണ്ടേക്കുവാണ്. അപ്പൊ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയി കണ്ടത്. അപ്പം അതിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഇമ്മാനുവൽ എന്നുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. തുടങ്ങുമ്പോൾ തന്നെ എന്ന് പറയാൻ പറ്റില്ല, തുടങ്ങി കുറച്ചൊരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ സ്റ്റോറിയിലേക്ക് കടന്നു വരുവാണ്. അപ്പം ആ സ്റ്റോറിയിലേക്ക് ഇമ്മാനുവൽ എന്ന് പറയുന്ന ആള് കടന്നു വരുമ്പോഴത്തേനും ഒരു മിസ്റ്ററി, സംതിങ് ഫിഷി ആയിട്ടുള്ള സംതിങ് ലൈക്ക് ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുവാണ്. അപ്പം അത് പരിപാടിയും കാര്യങ്ങളും എന്താണെന്നാണ് നമ്മൾ ക്ലൈമാക്സിൽ അറിയാൻ വേണ്ടിയും നമ്മൾ അപ്പനും ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ എന്തിട്ടിട്ടാണ് പോകുന്നത്, സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു ഹോപ്പ് ഉണ്ടോ, കാര്യങ്ങൾ ഒക്കെ ചോദിച്ചാൽ അപ്പം ഫസ്റ്റ് ഹാഫിന്റെ എൻഡിലാണ് നമുക്കാണെങ്കിൽ ഇവര് ചെയ്യുന്ന പരിപാടി എന്താണ്, ഈ ഇമ്മാനുവൽ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടുന്നത്. ഫുള്ള് നമുക്ക് അറിയാൻ ചാൻസേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ സെക്കൻഡ് ഹാഫും കണ്ടു. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴത്തേനും ട്രെയിലറിൽ കാണിച്ചേക്കുന്ന ഒരു ഫിലിമേ അല്ല ഇത്. ട്രെയിലറിൽ ഒരു ഫാമിലി പടം എന്നുള്ളൊരു രീതിയിൽ ഫാമിലി പടം തന്നെയാണ്, ബട്ട് ഒരു ഇതുപോലത്തെ ക്ലൈമാക്സിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്ന് നമ്മളാണെങ്കിൽ എക്സ്പെക്ട് പോലും ചെയ്യത്തില്ല ട്രെയിലർ കാണുമ്പോഴത്തേനും. ഇപ്പം സംടൈംസ് ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നാലും അത് ചെറിയൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എല്ലാ സ്റ്റോറിയും വരുന്നത്. ബട്ട് ഇതൊരു ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെയാണ്. നമുക്കാണെങ്കിൽ വളരെ വളരെ ഈ കാലഘട്ടത്തിൽ വളരെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പടം. അപ്പം നമ്മുടെ ആണെങ്കിൽ നസ്രീൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളാണെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ബേസിൽ ജോസഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവര് തമ്മിലുള്ള കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 25% കോമഡി പടമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും കോമഡി ഒന്നുമല്ല, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ പടമാണ്. നമ്മളാണെങ്കിൽ ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈമിലാണെങ്കിൽ എന്തിനാണ് ആ ക്രൈം നടക്കുന്നത്, എന്താണ് അതിന്റെ മോട്ടീവ് എന്ന് അല്ല. സംടൈംസ് നമ്മളാണെങ്കിൽ ഞാൻ ഈ പടം കണ്ടപ്പോഴത്തേനും ഇത് ഇങ്ങനെയാണ്, അപ്പം ഇതിന് അപ്പുറം എന്താണ്, ഇത് എന്തിനാണ് ഇങ്ങനെ നടന്നത്. ബട്ട് അത് നമ്മൾ ചിന്തിച്ച് കുറെ കഴിയുമ്പോഴത്തേനും ആയിരിക്കും ഇത് അങ്ങനെ അല്ലല്ലോ, ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, അങ്ങനത്തെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങളാണെങ്കിൽ പടം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വളരെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പടത്തിനുണ്ടായിരുന്നത്. പടവും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പടം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പോയി കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള പടമാണ്. എക്സ്പെക്ട് പോലും ചെയ്യാത്ത സ്റ്റോറിയും മേക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ പിന്നെ പറയേ വേണ്ട, ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതും അപ്പുറമായിരുന്നു. നമ്മൾ ചിന്തിച്ച് വച്ചതല്ല സ്റ്റോറി, ഇതാണ് സ്റ്റോറിയടാ എന്ന് പറഞ്ഞ് ഡയറക്ടർ ഇട്ട് തരുന്നത് പോലെയായിരുന്നു. അത് കണ്ടപ്പോഴത്തേനും എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, എന്ത് റീസൺ ആണ് എന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ എന്തിനു വേണ്ടി എന്ന് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ടാണ്, ആ ക്ലൈമാക്സ് കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എന്തിനാണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ചെയ്തത് എന്നൊക്കെ നമുക്കാണെങ്കിൽ കാണിച്ചു തരുന്നത്. അതായത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയും കാര്യങ്ങളൊക്കെ കണ്ടു ഫാമിലിയുടെ കൂടെ. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പപ്പയ്ക്ക് ആസ് യൂഷ്വൽ ഏത് പടം കണ്ടാലും കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് അപ്പൻ ഏത് പടം കണ്ടാലും. ഇത് ഇപ്പം സപ്പോസ് KGF 2 കൊണ്ടുപോയി കാണിച്ചാലും അപ്പൻ അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പം എനിവേ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല പടമായതുകൊണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളാണെങ്കിൽ അടുത്ത് വല്ല തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, എന്നിട്ട് കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.